Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange, Al Hilal Hospital and Medical Centers, NEC Money Exchange and Wester Watches. നമസ്കാരം. ഇന്ന് 2025 ജൂൺ 1 ഞായറാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷകൾ ശക്തിപ്പെടുത്താൻ ആഭ്യന്തര മന്ത്രാലയത്തിന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ നിർദ്ദേശം നൽകി. നിയമലംഘനങ്ങൾക്ക് പുറമെ ഗുരുതരമായ പരിക്കുകളോ മരണങ്ങളോ സംഭവിക്കുന്ന അപകടങ്ങൾക്കും ശിക്ഷകൾ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നിയമനിർമ്മാണം കൊണ്ടുവരാനാണ് കിരീടാവകാശി നിർദ്ദേശം നൽകിയത്. പൊതുജന സുരക്ഷ വർദ്ധിപ്പിക്കാനും ഗതാഗത സംബന്ധമായ അപകടങ്ങൾ കുറയ്ക്കാനുമുള്ള സർക്കാരിൻ്റെ തുടർച്ചയായ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ നിർദ്ദേശം. ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനും ജീവന സ്വത്തിന് സംരക്ഷണം നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ നടപടി നിയമങ്ങൾ നവീകരിക്കാനും കർശനമായ പിഴകൾ ചുമത്താനും അനുവദിക്കും. രാജ്യമൊട്ടാകെ ഈദ് അൽ അദ്ഹ നമസ്കാരങ്ങൾ ജൂൺ 6 വെള്ളിയാഴ്ച രാവിലെ 5 മണിക്ക് നടത്തുമെന്ന് സുന്നി എൻഡോമെൻറ്റ്സ് കൗൺസിലിൻ്റെ ചെയർമാനായ ഡോക്ടർ ഷെയ്ഖ് റാഷിദ് ബിൻ മുഹമ്മദ് ബിൻ ഫുത്തൈസ് അൽ ഹജരി അറിയിച്ചു. നമസ്കാരങ്ങൾ ഡയറക്ടറേറ്റിൻ്റെ മേൽനോട്ടത്തിൽ ഔദ്യോഗിക മസ്ജിദുകളിലും നിർദ്ദിഷ്ട തുറന്ന പ്രാർത്ഥനാ മൈതാനങ്ങളിലും നടക്കും. എല്ലാ ഗവർണറേറ്റുകളിലെയും വിശ്വാസികൾക്കായി നമസ്കാര മൈതാനങ്ങളും ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കിയതായി ഡയറക്ടറേറ്റ് അറിയിച്ചു. വിദേശി സമൂഹത്തിനായി വിവിധ സ്ഥലങ്ങളിലെ സ്കൂളുകളിലും തുറന്ന മൈതാനങ്ങളിലും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അലങ്കരിച്ച ഗാലറികൾ, ശബ്ദ സംവിധാനം, വെള്ള വിതരണം, ഇലക്ട്രിക്കൽ സൗകര്യങ്ങൾ, കാർപ്പറ്റുകൾ തുടങ്ങിയവയും ഒരുക്കിയതായി അധികൃതർ വ്യക്തമാക്കി. നൈലോൺ വല ഉപയോഗിക്കുന്നതടക്കം പരമ്പരാഗത മത്സ്യബന്ധന രീതികൾക്ക് പുതിയ നിയമങ്ങളുമായി ബഹ്റൈൻ. സമുദ്ര പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും മത്സ്യസമ്പത്തിന്റെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പുതിയ നിയമങ്ങൾ പ്രഖ്യാപിച്ചത്. ജൈവ വൈവിധ്യവും സമുദ്ര വിഭവങ്ങളും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഹാൻഡ് ലൈനുകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളോടും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോടും പുതിയ നിയമങ്ങളിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കാനും നിർദ്ദേശമുണ്ട്. പുതിയ നിയമപ്രകാരം വല ഉപയോഗിച്ച് മീൻ പിടിക്കുകയാണെങ്കിൽ വലയ്ക്ക് വലിയ ദ്വാരമായിരിക്കണമെന്ന നിബന്ധനയുണ്ട്. ചെറിയ ദ്വാരങ്ങളിൽ ചെറുമത്സ്യങ്ങൾ അകപ്പെടുമെന്നതിനാലാണ് ഈ നിർദ്ദേശം. കൂടാതെ വലകൾക്ക് 800 മീറ്ററിൽ കൂടുതൽ നീളം പാടില്ല. കരയിൽ നിന്നും 1 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ വല ഉപയോഗിച്ച് മീൻ പിടിക്കരുതെന്നും പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി സമന്വയം 2025 എന്ന പേരിൽ ഈദ് ആഘോഷവും മ്യൂസിക്കൽ കോമഡി ഷോയും ജൂൺ 5 വ്യാഴാഴ്ച വൈകിട്ട് 6 മുതൽ ഇന്ത്യൻ ക്ലബ്ബിൽ സംഘടിപ്പിക്കും. ഇടുക്കി പാർലമെന്റ് അംഗം ഡീൻ കുര്യാക്കോസ് മുഖ്യാതിഥിയും പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാവും പ്രമുഖ വ്യവസായിയുമായ KG ബാബുരാജൻ വിശിഷ്ടാതിഥിയായും പങ്കെടുക്കുന്ന ചടങ്ങിൽ സൊസൈറ്റിയുടെ 2025-26 വർഷത്തേക്കുള്ള ഭരണസമിതിയുടെ സ്ഥാനാരോഹണവും കഴിഞ്ഞ ഒക്ടോബറിൽ സൊസൈറ്റി സംഘടിപ്പിച്ച രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും ഉണ്ടായിരിക്കുന്നതാണ്. ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി മൈലാഞ്ചി രാവ് എന്ന പേരിൽ മൈലാഞ്ചി ആഘോഷവും മാപ്പിളഗാനങ്ങൾ ഉൾപ്പെടുത്തിയ മ്യൂസിക്കൽ കോമഡി ഷോയും ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടും. പ്രശസ്ത കോമഡി ആർട്ടിസ്റ്റും ഗായകനുമായ രാജേഷ് അടിമാലിയുടെ വൺമാൻ ഷോ പരിപാടികളുടെ മുഖ്യ ആകർഷണമായിരിക്കും. സൊസൈറ്റി ചെയർമാൻ സനീഷ് കൂറുമുള്ളിൽ, ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ, ഇവന്റ് ഓർഗനൈസിംഗ് ചെയർമാൻ ഡോക്ടർ PV ചെറിയാൻ, സേതുരാജ് കടയ്ക്കൽ, പ്രോഗ്രാം ജനറൽ കൺവീനർ രാജകൃഷ്ണൻ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിൽ സമന്വയം 2025 പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കുമെന്നും ഈ ആഘോഷ ചടങ്ങുകളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 39882437 അല്ലെങ്കിൽ 33971810 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി.
പ്രതിഭ റിഫ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച അരങ്ങ് 2025 സമാപിച്ചു. സൽമാബാദിലെ ഗൾഫ് ഫെയർ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രതിഭ മുഖ്യ രക്ഷാധികാരി പി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രതിഭ രക്ഷാധികാരി സമിതി അംഗങ്ങളായ CB നാരായണൻ, സുബൈർ കണ്ണൂർ, ഷീബ രാജീവൻ, പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ, പ്രസിഡന്റ് ബിനു മണ്ണിൽ എന്നിവർ സമാപന സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. മേഖലാ പ്രസിഡന്റ് ഷിജു പിണറായി അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി മഹേഷ് KV സ്വാഗതവും സംഘാടക സമിതി ജനറൽ കൺവീനർ ജയേഷ് KV നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് മേഖലയിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ജാസി ഗിഫ്റ്റ് നയിച്ച സംഗീത നിശയും അരങ്ങേറി. റിഫ മേഖലാ കമ്മിറ്റി കീഴിലെ 7 യൂണിറ്റുകളിൽ നിന്നുള്ള അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ജനുവരി മുതൽ 5 മാസത്തോളം നീണ്ടുനിന്ന അരങ്ങ് 2025 ഗ്രാൻഡ് ഫിനാലെ പങ്കാളിത്തം കൊണ്ട് വിജയിപ്പിച്ച ബഹ്റിനിലെ മുഴുവൻ കലാസ്നേഹികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റിൻ കേരളീയ സമാജം മലയാളം മിഷൻ പാഠശാലയുടെ പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രവേശനോത്സവം നാളെ നടക്കും. വൈകുന്നേരം 7:30 മുതൽ 9 മണി വരെ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിലാണ് പ്രവേശനോത്സവ ചടങ്ങ്. ചെണ്ടമേളം, സംഘനൃത്തം, സംഘഗാനം, മലയാളത്തിലെ ശ്രദ്ധേയ മെലഡികൾ കോർത്തിണക്കിയ ഗാനാമൃതം തുടങ്ങി കുട്ടികളും അധ്യാപകരും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരിക്കലും അറിയിച്ചു. മലയാളം മിഷന്റെ ഇന്ത്യക്ക് പുറത്തെ ആദ്യത്തെയും ഒരേ സമയം ഏറ്റവും അധികം കുട്ടികൾ മാതൃഭാഷാ പഠനം നടത്തുന്നതുമായ സമാജം മലയാളം പാഠശാലയിൽ 1000-ലധികം കുട്ടികളാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ഭാഷാ പഠനം നടത്തുന്നത്. ബഹ്റിൻ സുന്നി ഔഖാഫിന്റെ കീഴിൽ അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ മലയാള വിഭാഗം ബഹ്റിനിലെ വിവിധ ഭാഗങ്ങളിലായി സംഘടിപ്പിക്കുന്ന ഈദ്ഗാഹുകളുടെ സുഗമമായ നടത്തിപ്പിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. സെന്റർ പ്രസിഡന്റ് TP അബ്ദുൽ അസീസ്, ജനറൽ സെക്രട്ടറി MM റിസാലുദ്ദീൻ എന്നിവർ രക്ഷാധികാരികളായ സ്വാഗത സംഘത്തിന് VP അബ്ദുൾ റസാഖ് ചെയർമാൻ, അബ്ദുൽ ലത്തീഫ് CM ജനറൽ കൺവീനർ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. ഹൂറ, ഉമ്മുൽ ഹസം, ഹിദ്ദി എന്നീ ഭാഗങ്ങളിൽ ഈദ്ഗാഹുകൾ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.